ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നോമ്പിന്റെ ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ ശിഷ്യനായി 3 വർഷക്കാലം കൂടെ നടന്ന് പണസഞ്ചി സൂക്ഷിപ്പുകാരനായി സേവനമനുഷ്ഠിച്ച് ഒടുവിൽ 30 വെള്ളിക്കാശിന് വേണ്ടി സ്വന്തം ഗുരുവിന് കൊലമരം ഒരുക്കി കൊടുത്ത യൂദാസ് കറിയത്തെക്കുറിച്ചാണ്. ഈ നോമ്പുകാലത്ത് യൂദാസിനെ കുറിച്ചുള്ള ചിന്തകൾ എന്തിനാണെന്നായിരിക്കും. നല്ലവണ്ണം ഒന്ന് ആത്മശോധന ചെയ്തു നോക്കിയാൽ യൂദാസിന്റെ അയിരുകൾ നമ്മളിലുമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. യൂദാസിനെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളിലും അയാൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് പണത്തെയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയെല്ലാം പണമുണ്ടാക്കാൻ കഴിയും, അതിനെന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന ചിന്തയാണ് അവനെ ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ കൂടെ അത്ര കാലം നടന്നിട്ടും നന്മയുടെ ഒരു കണിക പോലും സ്വീകരിക്കാൻ അവന് കഴിയാതെ പോയത്. ഈ സുഗന്ധദ്രവ്യം 300 കാശിന് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിൽ നിന്നും യൂദാസിന് ദരിദ്രരോട് അനുകമ്പയുണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. യൂദാസും അത്രയൊക്കെ ആഗ്രഹിച്ചുള്ളൂ. പണത്തോടുള്ള യൂദാസിന്റെ ആഗ്രഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് യഹൂദ പ്രമാണികൾ യൂദാസിനെ സമീപിച്ചതും പണം വാഗ്ദാനം ചെയ്തതും. ഈ നിമിഷം ദൈവപുത്രനായ ഈശോ യൂദാസിന്റെ കണ്ണിൽ പണമുണ്ടാക്കാനുള്ള ഒരു ചരക്ക് മാത്രമായി മാറി. യൂദാസ് ഈശോയെ ചുംബിക്കുമ്പോഴോ പട്ടാളക്കാർ യേശുവിനെ ബന്ധിക്കുമ്പോഴോ പോലും അവൻ ചെയ്ത പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒടുവിൽ എല്ലാം കൈവിട്ടുപോയെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷമാണ് അവനെ ഭ്രാന്തനാക്കി മാറ്റുന്നത്. പണത്തിനപ്പുറം മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം പണസഞ്ചി വലിച്ചെറിഞ്ഞിട്ട് അവൻ തൂങ്ങിച്ചാവാൻ പോവുകയാണ്. യൂദാസ് പണത്തിനു വേണ്ടി യേശുവിനെ സ്നേഹിക്കുകയായിരുന്നു. ഇന്നും പണമുണ്ടാക്കാനുള്ള മാർഗമായി യേശുവിനെ കാണുന്നവർ ധാരാളമുണ്ട്. ദരിദ്രരോട് ഒപ്പം നിൽക്കുന്ന ഈശോയെ പണം കായ്ക്കുന്ന മരമായി കാണുന്നവർ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ആ മരത്തിന്റെ ചില്ലയിൽ തന്നെ നിനക്കുള്ള കുരുക്ക് ഒരുങ്ങിയിരിക്കുന്നുവെന്ന്. മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ് പണം. ഈ യാഥാർത്ഥ്യം അവഗണിച്ചുകൊണ്ട് ജീവിതം തന്നെ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആകുമ്പോൾ ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നുവോ എന്ന യേശുവിന്റെ വാക്കുകൾ നമ്മുടെ കാതുകളിലും മുഴങ്ങിത്തുടങ്ങും. ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്തവൻ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവന്റെ കഞ്ഞിയെ കവർന്നെടുത്ത് നമ്മുടെ കഞ്ഞിയെ പായസമാക്കി മാറ്റുന്നുവെങ്കിൽ യൂദാസിൽ നിന്നും ഒട്ടും വിഭിന്നരല്ല നമ്മൾ. നമ്മുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ നാം എന്തെല്ലാം മുട്ടായുക്തികൾ കണ്ടെത്തിയാലും ദൈവത്തിന്റെ കോടതിയിൽ വിലപ്പോവില്ല എന്ന യാഥാർത്ഥ്യം ഈ നോമ്പുകാലത്ത് നാം തിരിച്ചറിയണം. നമ്മുടെ കയ്യിലുള്ള 5 അപ്പത്തെ യേശുവിന്റെ കൈകളിൽ കൊടുത്ത് വിശന്നിരിക്കുന്ന 5000 പേരെ സംതൃപ്തരാക്കാൻ കഴിയുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി ഈ നോമ്പുകാലം നമ്മെ മാറ്റിയെടുക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.